സ്ലാങ് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ് കാണിക്കും, അപ്പ കണ്ടാ മതി. 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനാ? ഇനിയിപ്പോ എക്കപ്പാടെ കെട്ടി കളഞ്ഞിട്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കാത്ത കൗൺസിലർമാരെ, കുഞ്ഞാപ്പാന്റെ പുരയിലുള്ള എംഎസ്എഫിന്റെ പിള്ളേരെ, ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. കുഞ്ഞാപ്പാന്റെ പുരയിലുള്ള എംഎസ്എഫിന്റെ പിള്ളേരെ എത്ര കൊണ്ടെന്ന് വോട്ട് ചെയ്യിപ്പിച്ചാലും ഭൂമിയിൽ എത്രയോ ഇടിമിന്നൽ വേസ്റ്റ് ആയി പോണു. ഒരെണ്ണെവന്റെ തലയിൽ വീഴ്ത്തിയിരുന്നെങ്കിൽ. 15-ാം തീയതി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ക്യാമ്പസ് മുതൽ കൊടിയെ പുറത്തേക്ക് കൊണ്ടുപോകും. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ആ കൊടിക്കലൊക്കെ എഴുതിയിട്ടുണ്ടാകാൻ സ്വാതന്ത്ര്യം കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷാവസ്ഥ. SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി. നിന്നൊക്കെ തീറ്റിപ്പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് ചരിത്ര വിജയം. മുഴുവൻ ജനറൽ സീറ്റുകളിലും UDSF മുന്നണി കരസ്ഥമാക്കി. ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. സംസ്ഥാന സെക്രട്ടറി PM ആഷ ഉൾപ്പെടെയുള്ള SFI നേതാക്കൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തമ്പടിച്ച് ആവിഷ്കരിച്ച തന്ത്രങ്ങളൊന്നും ഫലം കണ്ടില്ല. അച്ഛന്റെ പ്രായൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയിക്കോളി, വീട്ടിൽ പോയിക്കോളെ. കേരളത്തിലെ ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റികളും ആരുടെയും കോട്ടയല്ല, കോപ്പമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ MSFന്റെയും KSUന്റെയും ശക്തമായ തിരിച്ചുവരവാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്ലാങ്ങിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. കലിപ്പ് തീരുണ്ടോ ദൈവമേ. അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നിയെ.